അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ കടുപ്പിച്ച യോഗി ആദിത്യനാഥ് സർക്കാർ കുടുങ്ങുക ആരായിരിക്കും? ആരുടെ അടുപ്പക്കാരായിരിക്കും? അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പരസ്യമായി തള്ളി RSS രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ കടുപ്പിക്കുമെന്ന് ഉറപ്പായി. ആരോപണമുയർന്ന ദിവസങ്ങൾക്കകം പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടക്കം മുതൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നടപടികളോടുള്ള യോഗിയുടെ വിയോജിപ്പ് ഈ നീക്കങ്ങളിൽ വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ളവരാണ് ട്രസ്റ്റിലുള്ളത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ രാജ്യാന്തര വൈസ് പ്രസിഡന്റായ ചമ്പത് റായ് ആയിരുന്നു ജനറൽ സെക്രട്ടറി. പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ മുഖ്യ യജമാനന്റെ ചുമതലയിലുണ്ടായിരുന്നത് ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയായിരുന്നു. ആരോപണ നിഴലിലായ ഇരുവരും ട്രസ്റ്റിൽ നിന്നും രാജിവെച്ചു. അറസ്റ്റിലായിട്ടില്ലെങ്കിലും ഏത് നിമിഷവും അതുണ്ടാകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ തുടർച്ചയാണ് നിലവിലെ സംഭവങ്ങളെന്ന് കരുതുന്നവർ ഏറെയാണ്. ക്ഷേത്രകാര്യങ്ങളിലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ആദിത്യനാഥിന്റെ അഭിപ്രായങ്ങൾ മാനിക്കാതെയായിരുന്നു പ്രധാനമന്ത്രി നീങ്ങിയിരുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ട്രസ്റ്റ് രൂപീകരിച്ചതു മുതൽ ഉത്തർപ്രദേശ് സർക്കാരിന് കാര്യമായ പങ്കാളിത്തമുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ചുമതലക്കാരൻ. ക്ഷേത്രത്തിന്റെ നിലവിലെ ഭരണ സംവിധാനങ്ങളും 1000-ലേറെ ജീവനക്കാരുടെ നിയമനങ്ങളുമെല്ലാം നടത്തിയതും ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വലിയ നേട്ടമുണ്ടാക്കാൻ BJPയെ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രതീക്ഷിച്ചിരുന്നു. 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രഖ്യാപിച്ച് പ്രചാരണം നയിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായതും അതുകൊണ്ട് തന്നെ. എന്നാൽ കനത്ത തിരിച്ചടിയാണ് UPയിൽ നിന്നുണ്ടായത്. 2019-ലെ UPയിൽ 80 സീറ്റിൽ 71-നും ജയിച്ച BJPക്ക് 2024-ൽ ലഭിച്ചത് 36 സീറ്റുകൾ മാത്രം. അയോധ്യ ഉൾപ്പെടുന്ന സീറ്റ് നഷ്ടമായി. യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതാണ് തിരിച്ചടിക്ക് കാരണമെന്ന് അന്ന് തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് UP. ആരോപണങ്ങൾ ഈ സമയത്ത് പുറത്തു വരുന്നത് ഗുണകരമാവില്ലെന്ന് BJPക്കും സംഘപരിവാറിനും അറിയാം. എന്നിട്ടും നൃപേന്ദ്ര മിശ്ര ഉൾപ്പെടെയുള്ളവർ സംഭാവന കൊള്ളയെക്കുറിച്ച് തുറന്നു പറയാൻ ഈ സമയം തിരഞ്ഞെടുത്തത് യോഗിയെ പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ളവർ ഉൾപ്പെടെ കുറ്റക്കാരെയെല്ലാം പൂട്ടാനാണ് യോഗി മറുനീക്കം നടത്തുന്നത്.